to my YouTube channel. Today is a weekend and weekend is for, of course, shopping and fooding. നമ്മളിപ്പോൾ ആക്ച്വലി ഒന്ന് ഫോറം മോളിൽ പോകണം, പിന്നെ നമുക്ക് ഡെക്കാത്തലോണിൽ പോകണം ഒരു ചെയർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പാർക്കിംഗ് ഇന്ന് കാറൊക്കെ എടുത്തു. സോ ലെറ്റ്സ് ഗോ. ഞാനിരുന്ന് നോക്കാം. ഇതല്ലേ ബേക്ക് ഇഷ്ടമേ? ഇത് സിമിലറാണല്ലോ. ഇതോ നല്ല നോക്കാം. നല്ല സുഖമില്ലേ കാണാനെക്കാട്ടി കംഫർട്ടില്. നോക്കിയാ അതില് നല്ല രസമായിരുന്നു. ഇതല്ലേ ആക്ച്വലി 1599 അല്ലേ? അത് കൊള്ളാം. ഹൈറ്റ് എനിക്ക് വലിയ വ്യത്യാസം തോന്നല്ലോ ഇതിനായിട്ട്. ഇതിന് 1999. ഈ ചെയറത്തെ അടിപൊളി. ബട്ട് ലുക്ക് അറ്റ് ദ പ്രൈസ്. മറ്റേ മണിച്ചിത്രത്താഴില് ദൂരെ പോന്നു. പണി കൊള്ളാല്ലേ? ചെയറിന്റെ കാര്യം തീരുമാനിച്ചോ ചേട്ടാ? നമ്മൾ ഫോറം മോളിലെത്തി. ഇവിടെ എന്തോ സെയിൽ എന്നൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ട് കണ്ടോ? മാർക്ക് ആൻഡ് സ്പെൻസറിലൊക്കെ അപ് ടു 50 സെയിലുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. നമ്മളിപ്പോൾ ഡിക്കാത്തലോണിൽ നിന്ന് ഒരു ചെയർ എടുത്തു. ഇവിടുത്തെ പാർക്കിങ്ങിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ആകെ വോലെ പാർക്കിംഗ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വോലെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമുക്ക് ആ സ്പൈറൽ ആണോ? അയ്യോ, ഇവിടെ ഒരു ആളിരിക്കൂലായിരുന്നു വോലെ പാർക്കിംഗ് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം. ദൈവമേ, ഇവിടെ ആയിരുന്നില്ലേ? അതില്ലെന്ന് തോന്നുന്നു ബേബി. ഒരു ചേട്ടൻ ഇരുന്നേച്ചില്ലേ അപ്പുറത്തെ സൈഡില്? ഡ്രോപ്പ് ഓഫ് എന്ന് കാണിക്കുന്നുണ്ടോ? ആ ചേട്ടനില്ലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഈ സ്പൈറൽ പാർക്കിങ്ങിൽ കയറിയേക്കുന്നതാണ്. ബിക്കോസ് വോലെ പാർക്കിംഗ് ഇല്ല. ഹോപ്പ്ഫുള്ളി. ഓ, ഇതൊക്കെ ഫുള്ളാണല്ലോ. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? വണ്ടർലയോ? ഏതോ അമ്യൂസ്മെന്റ് റൈഡ് പോലെ ഉണ്ടല്ലോ. ദൈവമേ, അയ്യോ ബേബി പയ്യെ പോയാൽ മതി. തല കറങ്ങാണ് സീരിയസ്ലി. വണ്ടി ഓടിക്കാനും ക്ലച്ചൊക്കെ പിടിക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ തീർന്നു. ഞാനൊക്കെ ആണെങ്കിൽ തീർന്നു. അയ്യോ അയ്യോ ബേബി തല കറങ്ങുന്നുണ്ട്. ലൈക്ക് സീരിയസ്ലി എന്താണിത്? Why is it not stopping? എന്താ തീരാത്തത്? ആദ്യത്തെ ഫ്ലോർ പെട്ടെന്നെത്തി. നല്ല രീതിയിൽ നമ്മൾ കറങ്ങുകയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓവർ ആവുന്നത്. ബേബി എനിക്ക് പേടിയാണ്, എന്താന്നറിയില്ല. ബേബി ഇതെന്താ എത്താത്തെ? ഗൈസ് ഇതെന്താണ് ഗൈസ്? നിങ്ങൾ ഇതിലെ വന്നിട്ടുണ്ടോ? നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്ലീസ് കമന്റ്. ഇറങ്ങി പോയില്ല, അത്ര സ്റ്റീപ്പ് അല്ല. 3rd ഫ്ലോറും കഴിഞ്ഞു. പാർക്കിംഗ് ഫുൾ. ചുരം ഇസ് ബെറ്റർ ദാൻ ദിസ്. ദേ ഗൈസ് 4th ഫ്ലോറും ഫുൾ. ഇതെന്താ ബേബി? വരണ്ടേ ഇതിനേക്കാൾ നല്ല സ്കൂട്ടറിന് വന്നാ മതിയായിരുന്നു. കാറിന് വന്നത് റിഗ്രറ്റ് ചെയ്തോണ്ട്. ഇതിലെങ്കിലും ഉണ്ടാണേ പാർക്കിംഗ് 5th. ഗൈസ് 5th പാർക്കിംഗ് ഫുള്ളാ. സിഗ്സാക്ക് ആണെങ്കിൽ പിന്നെയും കൊള്ളാം. ഈ സ്പൈറൽ പാർക്കിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നേ. 6ാമത്തെയും ഫുള്ള്. ഇന്ന് നമ്മൾ എത്രാമത്തെ ഫ്ലോറിലോട്ടാ പോണേ? ഒരിക്കലും ഒരു അന്ത്യമില്ലേക്ക്. ദൈവമേ, P7 ഇവിടെ ഉണ്ടോ? ഇതെന്താണ് ദൈവമേ തീരാത്തെ? അയ്യോ മടുത്തു ഗൈസ്, മടുത്തു. ഇത് ഫൈനലാന്ന് തോന്നുന്നു. ഇതെന്താണ്? ടെറസിലാ കൊണ്ടുവന്നേക്കണേ. ഞാൻ ഇനി ഒരിക്കലും കാറില് വരില്ല. ഇവിടെ വന്നാലും കുഴപ്പമില്ല, വല്ല റോഡിലിട്ടിട്ട് നടന്നു വരാ. ബേബി ഹൗസ് ഇറ്റ്. സോറി, ബേബീസ് കോൺസെൻട്രേഷനിലാണ് പാർക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബേബിയുടെ അഭിപ്രായം ചോദിക്കാം. ബേബി പറ. ഞാനും ഇതുവരെ ഇങ്ങനത്തെ സ്പൈറൽ പാർക്കിംഗ് കേറിയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് പേടിയായിട്ട്. അങ്ങനെയല്ല, കൊറേ സ്പൈറൽസ്, ഒരു 3 സ്പൈറലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പാർക്ക് ചെയ്തേക്കണേ. എല്ലാവരും ഇതിനെ പറ്റി തന്നെയാ പറഞ്ഞോണ്ടിരിക്കണേ. എല്ലാവരും ലിറ്ററലി. Let me get down. നമ്മൾ ഫോറം മോളിന്റെ
എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ തല നേരെയായിട്ടില്ല. അവരൊക്കെ പാർക്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് ഗായ്സ് എന്തിൻ്റെയോ പൊക്കത്ത് ആകാശത്താണ്. വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷെ എന്തിനാണ് നമ്മൾ മോളിലൊന്നുമല്ലേ. നമ്മളിപ്പോൾ ലിഫ്റ്റ് തപ്പി പോയിക്കൊണ്ടിരിക്കണയാ. വെരി കൺഫ്യൂസിങ്. പക്ഷെ നമുക്ക് പോവാം. എവിടെയാണെന്നൊന്നും അറിയില്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണയാ. പക്ഷെ ഈ പ്ലേസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ബാക്കിൽ കണ്ടോ ക്രെയിൻസ് ഒക്കെ. നമ്മളപ്പോൾ ടാക്കോ ബെല്ല് എത്ര മണി വരെ ഉണ്ടെന്ന് ചോദിച്ചു. 11 വരെ ഉണ്ട്. ബേബിക്ക് കുറേ ദിവസമായിട്ട് ബുറീട്ടോ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ബേബിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമുക്ക് ടാക്കോ ബെല്ലിൽ പോവാം. പക്ഷെ അതിന് മുമ്പ് ലെറ്റ്സ് എക്സ്പ്ലോർ ദ മോൾ. ബിക്കോസ് കുറേ സ്ഥലത്ത് 50% എഴുതി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, മിക്കയിടത്തും സെയിൽ 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 എന്നാണ്. ലെറ്റ്സ് സീ. മാക്സിലും എന്തോ സെയിലുണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റ് മാക്സിൽ പോവാം. എനിക്കൊന്നും മേടിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ട്. ഫ്ലാറ്റ് 30%, 399 കുറേ ഉണ്ട്. Look at this Garfield t-shirt. കൊള്ളാല്ലേ? വെറും 199 റുപ്പീസിന് കുറേ ടീഷർട്ട്സ് വെച്ചിട്ടുണ്ട്. മാക്സിലാണ്. എനിക്കൊന്ന് ഫോർമൽ ഫുൾ സെയിലാണ്. ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ ഒരു 5, 6, 7 ജൂലൈ കാണിച്ചത്. പക്ഷേ ദിസ് ഇസ് ജൂൺ. സോ ഐ തിങ്ക് എല്ലാ ദിവസവും സെയിലുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗെയിം ഓവർ. പക്ഷെ ഫ്രണ്ടിലൊന്നുമില്ല. നോക്കാം. 299 കുറേ ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. ഇത് നോക്കി 299 ഒക്കെ കുറേ ടീഷർട്ട്സ് ഉണ്ട്. 399 പാൻസ് ഫോർ 399. ലൈക്ക് ജീൻസ് 50% ഓഫ്. ജെൻസിൻ്റെയും ഇതുണ്ടോ 50% ഓഫ്. ഫോർ എവറിത്തിങ് ഷർട്ട്സ് 50% ഓഫ്. ജീൻസ് 50%. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ജസ്റ്റ് കം ടു ഫോറം മോൾ. ലൈക്ക് ലിറ്ററലി എല്ലാത്തിനും ഓഫ് ചെയ്ത് നോക്കി. മൊത്തം ബോട്ട്സാണ്. ഫ്ലാറ്റ് ഗൈസ്. കുർത്തയൊക്കെ വെറും 299. ലൈക്ക് 399. ഇത് നോക്കി എല്ലാത്തിനും സെയിലുണ്ട് ഓൾമോസ്റ്റ്. ഇത് നോക്കൂ 399 കുർത്ത 499. ഡ്രസ്സുകൾക്കൊക്കെ 50% ഓഫ്. എല്ലാത്തിനും ഉണ്ട് കേട്ടോ. കുർത്ത സെറ്റ്സിനൊക്കെ 30% ആൻഡ് 50%. നമ്മൾ മാക്സിൽ നിന്ന് ഇറങ്ങി. ബിക്കോസ് H&Mൽ ഓഫർ ഉണ്ടോയെന്ന് എന്തായാലും നോക്കണം. പിന്നെ ലൈഫ് സ്റ്റൈൽ ഷോപ്പിലും നോക്കാം നമുക്ക്. ഗൈസ് ഇത് കണ്ടോ, ഈ ചെരുപ്പ് കടയിലൊക്കെ 50% എല്ലാത്തിനും. ലൈക്ക് ലിറ്ററലി എല്ലാ കടയിലും ഉണ്ട്. വുഡ്ലാൻഡ്സിൽ 40%. എല്ലാത്തിനും ഓഫറാണ്. അപ്പുറത്തെ കട എല്ലാത്തിനും സെയിൽ. എല്ലായിടത്തും സെയിലുണ്ട്. ജാക്ക് ആൻഡ് ജോൺസ്, നമ്മുടെ ലിവൈസ്. പിന്നെ ഇതൊക്കെ സ്റ്റോപ്പിലൊക്കെ ദൂരെ കണ്ടോ സെയിൽ. നമുക്കിനി റീബോക്കിൽ പോകാം. റീബോക്കിൽ സെയിലുണ്ട്. ലെറ്റ്സ് ഗോ. സെയിലുള്ളതുകൊണ്ട് എവിടെ കയറണമെന്ന് കൺഫ്യൂഷൻ ആവും. സോ ലെറ്റ്സ് ബൈ സംതിങ് ലൈക്ക് ദ ബെസ്റ്റ്. H&Mലോ സെയിലുണ്ടോ? H&M സെയിലുണ്ടോന്നാവോ? കോഫി ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഫസ്റ്റ് H&M പോയി വന്നിട്ട് H&M പോയിട്ട് ബാക്കി എല്ലായിടത്തും നോക്കാം. ഇഡാസിലൊക്കെ സെയിലുണ്ട്. പക്ഷെ നമ്മൾക്ക് ഫസ്റ്റ് H&M പോവാം. ബിക്കോസ് ദാറ്റ്സ് അവർ ഫേവറേറ്റ്. എവിടെ സെയിലിന് കണ്ടില്ലല്ലോ ബേബി? ഓ, മാർക്സ് ആൻഡ് സ്പെൻസറിലാണ് കേട്ടോ സെയിൽ കിടക്കണേ. H&Mലൊന്നും കാണാനില്ല. സെയിലുണ്ടോ? യെസ്, ലെറ്റ്സ് ഗോ. ഓ യെസ്, സെയിൽ. ഞാൻ ഒരു 499 ഈ ക്യൂട്ട് ടീഷർട്ട് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ബേബി മേളിൽ നിന്ന് സെയിൽ നോക്കിയിട്ട് അത്ര ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, H&Mൻ്റെ സെയിലിന് സാധനങ്ങൾ എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് ഇതൊക്കെ കൊള്ളാം. ഇതൊക്കെ സെയിലില്ലാത്ത പക്ഷെ കൊള്ളാമല്ലേ എല്ലാം. ഇതൊരു നല്ല സെക്ഷനാണ് കേട്ടോ. താഴത്തെ ഫ്ലോറിലുള്ള സെക്ഷനാണ്. ഇതിൽ കുറേ ബാൻഡ്സിൻ്റെ ടീഷർട്ട്സ് നല്ല പ്രൈസിന് കിട്ടും. ബേബി മേളിൽ ചെന്നിട്ട് എന്തായി? ഒന്നുമില്ല. ബേബി മേടിക്കാൻ, എന്നാലും എനിക്ക് മേടിക്കാൻ തോന്നുന്നു. റീബോക്കോ ഉറപ്പാണോ? ഇത് നല്ല എനിക്ക് തോന്നി. ഇതെടുത്തപ്പോൾ ഇതുണ്ടോ ഭയങ്കരമായിട്ട് നൂല് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? 499 കൊള്ളാം. പക്ഷേ ഐ വോണ്ട് ടു ബൈ സംതിങ് വർത്ത്. ലെറ്റ് മീ സീ. നമ്മളിപ്പോൾ താഴത്തെ ഫ്ലോറിൽ വന്ന് ഗേൾസിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ സെയിലുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. ബേബി മേടിക്കാത്തതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് മേടിക്കാൻ തോന്നുന്നില്ല. ബട്ട് ലെറ്റ്സ് സീ.
ചിലപ്പോൾ ഇതെടുക്കും, കാരണം ഇത് ബീറ്റ്സിൻ്റെ ആണ്. That's why I might. Let's see. This is not 499. This is 699. സെയിലിൻ്റെ അവിടെ നമുക്ക് നോക്കാം. ജീൻസിനുണ്ടോ? റിയലി 699 ജീൻസോ? ജീൻസ് നോക്കായിരുന്നല്ലേ? എവിടെ? Which bike is this? Electrica. കൊള്ളാലോ കാണാൻ. ഗൈസ് കുറേ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഹിമാലയയുടെ പുതിയതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ H&M ഇറങ്ങി. ഒന്നാമത്തെ കാര്യം ട്രയൽ ക്ലോസ് ചെയ്യണമായിരുന്നു. ഞാൻ 2 ജീൻസ് ട്രൈ ചെയ്ത് നോക്കിയതും ഫിറ്റ് ആയില്ല. പക്ഷെ ഓഫർ ഉണ്ട്. പക്ഷേ H&Mൻ്റെ സെയിൽ സാധനങ്ങൾ ഞാൻ ഇതുവരെ H&Mൻ്റെ സെയിലിൽ നിന്ന് അങ്ങനെ മേടിച്ചിട്ടില്ല. അല്ലേ? ബേബിക്ക് ഇഷ്ടമില്ലല്ലോ. ബേബിയുടെ ഡ്രീം ബൈക്ക് ഇതാണ്. ഇതല്ലേ ദിസ് വൺ? ഓ സോറി, സ്ട്രീറ്റ് ആയിരുന്നല്ലേ? സ്ട്രീറ്റ് ട്രിപ്പിൾ അല്ലേ? ഓ നല്ല. യെസ്, യു വിൽ ബൈ ദിസ്. ഐ എം പ്രേയിങ് ഫോർ യു. സ്ട്രീറ്റ് ട്രിപ്പിൾ RS അല്ലേ? ഓ അത് കൊള്ളാം. ഞാൻ വെച്ച് ഇതായിരുന്നു ടൈഗർ. നല്ല രസമുണ്ട്. ലിവൈസ് നോക്കണം എന്നുണ്ട്. ലിവൈസിൽ ബൈ 2 get 2 ഫ്രീ ആണ്. എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. എൻ്റെ മോസ്റ്റ് ക്ലോത്ത്സ് ആർ ഫ്രം 2 ടീഷർട്ട് മേടിച്ചാൽ 2 ടീഷർട്ട് ഫ്രീ. ഹായ് ഗായ്സ്, സോ നമ്മളിപ്പോൾ ലിവൈസിൽ വന്നേക്കണം. ഈ ടീഷർട്ട് എനിക്ക് ഇഷ്ടമായി. ബേബിയും ഇതിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ. ഐ എം ഓൾസോ വെയറിങ് ലിവൈസ്. പക്ഷേ ഇവിടുത്തെ ഓഫറിനെ പറ്റി പറയാം. ബൈ 2 get 2 2 മേടിച്ചാൽ 2 സാധനം ഫ്രീ ആയിട്ട് കിട്ടും, വിച്ച് ഈസ് വെരി നൈസ് റൈറ്റ്. സോ നിങ്ങൾ എന്തെങ്കിലും ഫോറം മോളിൽ വരണം. ഞാൻ ഈ വീഡിയോ എത്ര പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാം, കാരണം എല്ലാ ഷോപ്സിനും ഓഫറുണ്ട്. ഇതിപ്പോൾ അടക്കുമോയെന്ന് അറിയില്ല. നമുക്ക് റീബോക്കിൽ കൂടെ പോയി നോക്കണം എന്നുണ്ട്. എല്ലായിടത്തും ഓഫറുകൾ പറഞ്ഞാൽ എവിടെ പോകണമെന്ന് കൺഫ്യൂഷനാണ്. കുറച്ച് നേരത്തെ അറിയാൻ മതിയായിരുന്നു. ഞാൻ ടീഷർട്ട്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമായത് ഈ ഒരു ടോപ്പാണ്. ദിസ് ഇസ് നോട്ട് ഇൻ സെയിൽ ഒബ്വിയസ്ലി. എനിക്ക് ഇഷ്ടമാവുന്നൊന്നും സെയിൽ ഉണ്ടാവില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല. സോ ഐ തോട്ട് ഇറ്റ്സ് എ വെറൈറ്റി റൈറ്റ്. മമ്മിമാർക്ക് ഇഷ്ടമാവുന്ന ഇത് ഒരു ഗേളിഷ് ടൈപ്പ് ഓഫ് ടോപ്പ്. 899 രൂപ. അപ്പം നമ്മൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ബേബിക്കും ഒന്നും ഇഷ്ടമില്ല. അപ്പം നമുക്ക് വേഗം എടുത്തിട്ട് റീബോക്കിലോട്ട് പോവാം. റീബോക്ക് അടച്ചു. നമ്മൾ വന്നു. പക്ഷേ ബേബിയുടെയിലുള്ള ടീഷർട്ട്സൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. പ്യൂമയിലും ഉണ്ട്. അപ്പം നമുക്ക് പ്യൂമ നോക്കാം. ഭാഗ്യത്തിന് ഇത് അടച്ചിട്ടില്ല. പ്യൂമയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് സൈസ് കിട്ടിയില്ല. അപ്പം നമ്മൾ അഡിഡാസ് കൂടി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒറിജിനൽസ് ഇല്ല ഇവിടെ എന്ന് തോന്നുന്നു. സൈസ് നമ്മൾ അഡിഡാസ് എന്ന് ഇറങ്ങി. ഒറിജിനൽസ് ഇല്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കുറ്റബോധമാണ് ഗൈസ്. ഐ വാസ് ഫോഴ്സിങ് ഹിം ടു ബൈ സംതിങ്. ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഷോപ്സൊക്കെ ആക്ച്വലി ക്ലോസ് ചെയ്യാൻ തുടങ്ങി, കണ്ടോ? നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്ക് നാളെയും വരാം ബേബിക്ക് വേണ്ടി മേടിക്കാൻ. നമ്മൾ താമസിച്ച് ഇറങ്ങണതാ ശോഭ അല്ലേ? വി ഡി നോട്ട് ഗെറ്റ് ടൈം. കണ്ട ഞാൻ രാവിലെ എണീച്ചതാ. ബേബിനെ കണ്ട് കാത്തിരുന്നു ഞാൻ. പാവം ചുമ്മാ. ഷോപ്പിൽ പോയി നോക്കാം. ഇവിടെ എന്തോ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ ദീസ് ആർ ബിൽസ്. പേപ്പർ റെയിനെന്ന് കൊള്ളാം അല്ലേ? ബിൽസ് വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. കൊള്ളാം അല്ലേ? ലൈഫ് സ്റ്റൈൽ അടച്ചു. ഷോപ്പേഴ്സ് ദെയർ. ഇവിടെയും എന്തോ സെയിലുണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ. ഇവിടെയും ലിവൈസ് ഉണ്ട്. താഴത്തെ ഓഫർ തന്നെയാണ്. പിന്നെ ജാക്ക് ആൻഡ് ജോൺസ് ഉണ്ട്. അതിന് 40% സെയിൽ ഓൺ പർച്ചേസ് ഓഫ് 3. പറ്റിക്കൽ 2 സാധനം മേടിച്ചാൽ 30, 3 സാധനം മേടിച്ചാൽ 40. നോ താങ്ക് യു. ബെൽറ്റ്, ടോമി ഹിൽഫിഗറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. ബെനറ്റൺ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണിയാണ്. ബേബി നാളെ മേടിക്കും എന്നെനിക്ക് പ്രോമിസ് തന്നു. ചിക്കൻ ആൻഡ് ചീസ് ടോർട്ടില റാപ്പിലാന്ന് തോന്നുന്നു ബൊറീത്തോ ഉണ്ടാക്കുന്നത്. എനിക്ക് ബൊറീത്തോ ഉണ്ട്. എനിക്ക് സോഫ്റ്റ് ആക്കും അത്. ലെറ്റ്സ് ഗോ ഹാവ് ഫുഡ്. പിന്നെ ടാക്കോ ബെൽസിൽ എനിക്ക് തോന്നുന്നു ഡ്രിങ്ക് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ റീഫിൽ ചെയ്തിട്ടുണ്ട് വൺസ്. പക്ഷെ നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ. നമ്മൾ ടാക്കോ ബെല്ലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ചെയ്തുകൊണ്ടോ 50% ഓഫ് എന്തുണ്ടായിരുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ അവർ ഫുഡ്. ഹായ് ഗായ്സ്,
Guys, our order is here. പക്ഷെ വന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാം ഇച്ചിരി ചെറുതായി പോയെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഹെവി. നമ്മളപ്പോൾ ഒരു ബുറീറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫോർ മൈ ഹസ്ബൻഡ്. എനിക്ക് 2 സോഫ്റ്റ് ടാക്കോസ്, എനിക്ക് ടാക്കോ ബെല്ല സോഫ്റ്റ് ടാക്കോയാണ് ഇഷ്ടം. ആൻഡ് ഒരു പെപ്സി. ഇത് അൺലിമിറ്റഡ് അല്ല, മറ്റേതായിരുന്നെങ്കിൽ അൺലിമിറ്റഡ്. ഗുഡ് ഗുഡ് ഗുഡ്. ബേബി ആദ്യമായിട്ട് ബുറീറ്റോ ട്രൈ ചെയ്യാൻ പോലെയാണ്. കഴിക്കും. 7 ലെയർ ബുറീറ്റോ ആണ്. ഹൗസ് ഇറ്റ്? ഇഷ്ടമായോ? അന്ന് പിന്നെ ഞാനും ട്രൈ ചെയ്യട്ടെ. ചോറാണുള്ളിൽ ബേസിക്കലി റൈസ്. പോയി കുറച്ച് ചോറുണ്ട്, ഇതിൽ റൈസ് ഉണ്ട്, ഷിപ്പിലെ ചിക്കൻ ഉണ്ട്, പിന്നെ എന്തൊക്കെ സോസ്, വെജിറ്റബിൾ. കൊള്ളാല്ലേ? എനിക്ക് ആക്ച്വലി ബുറിറ്റോ ഇഷ്ടമല്ലായിരുന്നു ബേസിക്കലി, ബട്ട് ദിസ് ഇസ് നൈസ്. ദ സോസ് ആൻഡ് ഓൾ ഇസ് നൈസ്. ബുറിറ്റോ കൊള്ളാട്ടോ. വലിയൊരു ബൈറ്റ് എടുക്കും, അന്നേരം അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി എൻ്റെ ടാക്കോ തുറക്കട്ടെ ഗൈസ്. ഇറ്റ്സ് സ്മോൾ ടൈനി ബേബി ടാക്കോ. പക്ഷേ എനിക്ക് ഒരു ടാക്കോ തന്നെ ഇങ്ങനെ തന്നത് ചപ്പാത്തി റോൾ പോലെ ആക്കി തന്നല്ലോ. ഓക്കെ, ഐ ട്രൈ ഇറ്റ് എനിവേസ്. ഓ മൈ ഗോഡ്, ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ മൈ മൗത്ത്. ബീൻസ് ഉണ്ടല്ലോ, ഒരു ഹെൽത്തി ഫുഡാണോ? എനിക്കിത് ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു സ്റ്റഡി കണ്ടതനുസരിച്ച് ടാക്കോ ബെൽ ഈസ് നോട്ട് ഹെൽത്തി. എനിക്കൊരു ചീസിൻ്റെ ഒക്കെ കാരണം തോന്നുന്നു. കഴിക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ഫുഡ്. ഇത് കേട്ടോ പ്ലീസ് ഗൈസ്. ഇതിൽ ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പനീറുണ്ടോ? ചിക്കനല്ലേ? പനീറുണ്ട്, ചിക്കനുണ്ട്. കൊള്ളാല്ലേ? വലിയ ബൈറ്റ് എടുക്കും. ഇവിടെ നിൽക്കും. അന്നേരം അതിന്റെ ആ റൈസ് അന്നേരം ആ ടേസ്റ്റ് അറിയുള്ളൂ. ടേസ്റ്റ് അറിയണില്ല. ഇഷ്ടപ്പെട്ടോ? ഗുഡ് സ്റ്റാഫ്. സൂപ്പർ. ഇഷ്ടമായ ബേക്ക്? ബേക്ക് നമ്മൾ ഭയങ്കര വിശന്നിരിക്കണയായിരുന്നു. സോ ഞാനും എൻ്റെ ടാക്കോ കഴിക്കട്ടെ. ഗുഡ് ഗുഡ് ഗുഡ്. സോ ഗുഡ് ഗൈസ്. ഇനി ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് വരാം. ഐ എം സ്റ്റിൽ ഓൺ മൈ ഫസ്റ്റ് ടാക്കോ. ഇത് ആക്ച്വലി ഒരു നഗട്ട വെച്ചേക്കണം. സാധാരണ ഞാൻ കഴിക്കുന്ന ടാക്കോ ചിക്കൻ പീസസ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഓഫർ പോലത്തെ സംഭവം. സോ ദിസ് പെപ്സി ഈസ് ആക്ച്വലി ഫ്രീ. 75 റുപ്പീസിൻ്റെ ഫ്രീ പെപ്സി. 2 ടാക്കോ 85. സോ നമ്മുടെ മൊത്തം ബിൽ വാസ് ലൈക്ക് 400 സംതിങ്. പെപ്സിയുടെ പ്രൈസിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ 500 ആയത്. നല്ല ഫുഡായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ലുലുവിൽ പോകാൻ വേണ്ടി വന്നേക്കണേ. ലുലു ഡെയിലി സമയമാ? സമയം 10:45. യെസ്, 11 മണി വരെ ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. സോ ലെറ്റ്സ് സീ. ആയിക്കൊള്ളാല്ലേ ഗൈസ് നമ്മൾ ലുലുവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞു. പക്ഷേ മാക്സിൽ ഇപ്പോഴും പാട്ടൊക്കെ വെച്ച്. പക്ഷേ നമ്മൾക്ക് ലിഫ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോ ഐഡിയ. ഇതല്ലെങ്കിൽ അപ്പുറത്തല്ലേ? നമ്മളിപ്പോൾ കുറേ നേരമായി കറങ്ങി നടക്കുന്നത്. ലിറ്ററലി ഇപ്പോൾ നമ്മൾ താഴെന്ന് മേളി വന്നു. ലെറ്റ്സ് സീ. നമ്മളൊരു സർവീസ് ലിഫ്റ്റ് വരികയാണ്. ബേബി ഐ നോ, ഞാൻ വീണ വഴി കാണിച്ചു തരും. ലെറ്റ്സ് സീ. ഒന്നും പറയണ്ട, ഞങ്ങൾ ലിറ്ററലി നനഞ്ഞു. ബിക്കോസ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒന്നാമത് ടെറസാണല്ലോ, ഫുൾ മഴ. ഞങ്ങൾ രണ്ടിനും പുതിയ ചെരുപ്പ് ഇട്ട് വെച്ചു. ചെരുപ്പൊക്കെ നനഞ്ഞു പോയി.
കുഴപ്പമില്ല, പക്ഷെ ഇവർക്ക് കുറച്ചും കൂടി ഒരു സെറ്റപ്പ് ചെയ്യായിരുന്നു പാർക്കിങ്ങിന്. ഒന്നാമത്തെ കാര്യം ഇത് ഇങ്ങോട്ട് വരാനുള്ള ലിഫ്റ്റ് നോർമൽ ലിഫ്റ്റ് കൊടുക്കുന്നത് തിരക്കാം. നമ്മളിപ്പോ സർവീസ് ലിഫ്റ്റ് വന്ന കണ്ടോ, അവിടെ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് ഇവിടെ വരെ ഓടേണ്ടി വന്നു. കാരണം മഴ മാറാൻ നമുക്ക് നോക്കിയാൽ മഴ മാറില്ലല്ലോ. ഇപ്പൊ എന്തായാലും സമയം വൈകി, സോ ഞങ്ങൾ ഓടി വന്നു. ഫുൾ കൺഫ്യൂസ്. ഓ മൈ ഗോഡ്, ലൈറ്റ് പോയോ? That ചേട്ടൻ is showing. God, hectic it was. But it's okay. എന്നാലും ഫോറം മോളിൽ നല്ല സെയിലുണ്ട്. ലുലുലും ഉണ്ടായിരുന്നു തോന്നുന്നു. പാർക്കിംഗ് ഈസ് ഫ്രീ, വിച്ച് ഈസ് ഗ്രേറ്റ്. അത് ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. ഫ്രീ ആണ്, അത് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ലുലു പോലുള്ള വലിയ മോളിൽ പോലും പാർക്കിംഗ് ഈസ് നോട്ട് ഫ്രീ. അത് ആക്ച്വലി ഇസ് എ ബാഡ് തിങ്. കാരണം നമ്മൾ കൺസ്യൂമേഴ്സ് അവരുടെ സാധനങ്ങൾ മേടിക്കാൻ അവിടെ പോകുമ്പോൾ പാർക്കിങ്ങിൽ തരേണ്ടത് ഒരു ബേസിക് സാധനമാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഫ്രീ ആണ്, പക്ഷേ പാർക്കിങ്ങിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓടിക്കാൻ പറ്റാത്ത എന്നെ പോലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ആൻഡ് തല കറങ്ങും ചെറുതായിട്ടല്ലേ. അയ്യോ, ബാലൻസ് ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നണം ഈ പാർക്കിംഗ് പറ്റില്ല. എനിക്കൊന്നും ഇതിനേക്കാൾ നല്ലത് പുറത്തിടണ. ഒബ്വിയസ്ലി നമ്മളിന്ന് ടെറസിലും കൂടി ഇട്ടോണ്ട് പുറത്തിട്ടാലും മഴ നനയും, ടെറസിലിട്ടാലും നമ്മൾ മഴ നനയേണ്ടി വന്നേനെ. സോ പുറത്തിടണ കുറച്ച് ബെറ്റർ തോന്നുന്നു. അതെ, ശരി. ഇത് ഞങ്ങൾ ഞങ്ങളുടെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് കറക്റ്റ് എവിടെയാന്ന് മനസ്സിലായില്ല. ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇറങ്ങിയപ്പോഴാണെങ്കിൽ മഴയും. പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് നാളെ പുറത്തിട്ടാൽ മതി രുചിവാൻ. ഇതെന്തായാലും ട്വിസ്റ്റ് ആൻഡ് ടേൺ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ആരൊക്കെ മതിലൊക്കെ കാറ് വരച്ചിട്ട് പോയിട്ടുള്ള പോലെയുണ്ട്. ഇതുവരെ നമ്മൾ താഴെ എത്തിയിട്ടില്ല, അതാ കോമഡി. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഒരു 3 മിനിറ്റ് എന്തോ എടുത്തു എന്ന് തോന്നണം നമുക്ക് ടെറസ് വരെ എത്താൻ. അത് 3 മിനിറ്റ് സിക്സാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ലായിരുന്നു. ഈ സ്പൈറൽ ഇച്ചിരി ശോകമാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ പ്രശ്നം വരാത്ത, പക്ഷെ എനിക്ക് പോലും ഒരു ചെറിയൊരു തലയിറക്കം ഫീൽ ചെയ്തു. ഞാൻ എക്സാജറേറ്റ് ചെയ്യണല്ല. നിങ്ങളിതിൽ പോയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ റിലേറ്റ്.